ഇൻഡിഗോ എയർലൈനുകളുടെ സർവീസ് പ്രശ്നങ്ങളിൽ ഇടപെട്ടിരിക്കുന്നു DGCA ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. വിഷയം പരിശോധിക്കാനായി കമ്മിറ്റി രൂപീകരിക്കാൻ DGCA ഉത്തരവിട്ടു. 2 ദിവസങ്ങളിലായി ഇൻഡിഗോയുടെ 1000-ലധികം സർവീസുകളാണ് മുടങ്ങിയത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഗുഡ് ഈവനിംഗ്. എന്തായാലും ഈ ഇൻഡിഗോ എയർലൈൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉയരുന്നുണ്ട്, ഒരുപാട് പരാതികൾ ഉയരുന്നുണ്ട്. യാത്രക്കാർ സത്യം പറഞ്ഞാൽ ദുരിതത്തിലാണ്. എന്തായാലും 200ഓളം സർവീസുകൾ മുടങ്ങി, ഒപ്പം ഈ സർവീസ് വൈകുന്നു എന്ന വ്യാപക പരാതിയും ഉയരുന്നൊരു സാഹചര്യത്തിലാണ് ഈ DGCA ഒരു നിർണായക തീരുമാനം എടുത്തിരിക്കുന്നത്. ജിഷ്ണു, അറിയേണ്ടത് യാത്രക്കാരുടെ ദുരിതത്തിന് അറുതി വരുമോ ഈ തീരുമാനത്തിലൂടെ? അശ്വതി, ഗുഡ് ഈവനിംഗ്. രാജ്യത്തിൻ്റെ വിവിധ വിമാനത്താവളങ്ങളിൽ ഡൽഹിയും മുംബൈയും കൊൽക്കത്തയും ബംഗളൂരുവും ഉൾപ്പെടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളെയും അല്ലാതെയും എല്ലാ വിമാനത്താവളങ്ങളിലും ഇത്തരത്തിൽ ഇൻഡിഗോ സർവീസിൽ ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. നിരവധി പരാതികൾ ഇതിനോടകം ഉയർന്നു. ഇന്നലെയും ഇന്നും മാത്രമായി 1000-നടുത്ത് വിമാന സർവീസുകളാണ് ഇൻഡിഗോ കമ്പനിക്ക് നിർത്തേണ്ടി വന്നിട്ടുള്ളത്, റദ്ദാക്കേണ്ടി വന്നിട്ടുള്ളത്. അതിനായി അവർ കാരണം പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, DGCA നിലവിൽ പുറപ്പെടുവിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് ജീവനക്കാരില്ലാത്തതും ഒപ്പം സാങ്കേതിക പ്രശ്നവുമാണ് ഇത്തരത്തിൽ സർവീസുകൾ റദ്ദാക്കുന്നതിന് കാരണം. ഒരു ദിവസം 23,000-ലധികം സർവീസുകളാണ് ഇൻഡിഗോ കമ്പനി പ്രവർത്തിപ്പിക്കുന്നത്. അതിൽ തന്നെ 2 ദിവസത്തിനുള്ളിൽ 1000-ലധികം സർവീസുകൾ റദ്ദാക്കി. അത് വിമാനത്താവളങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെയാണ് നിലവിലൊരു അന്വേഷണത്തിന് DGCA ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇൻഡിഗോ സർവീസുകളിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാരം എന്താണ് എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന ഈ കമ്മിറ്റി നടത്തും. ഒപ്പം DGCA തന്നെ ഈ നിലവിൽ നടത്തിയിട്ടുള്ള മാനദണ്ഡങ്ങളിൽ ചില ഇളവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇൻഡിഗോ സർവീസുകളിലൊരു പരിഹാരമുണ്ടാകും എന്നാണ് DGCAയും ഒപ്പം ഇൻഡിഗോ കമ്പനിയും വ്യക്തമാക്കുന്നത്. ഈ DGCA മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിയിട്ടില്ലെങ്കിൽ 1 മാസത്തിലധികം ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ സമയമെടുക്കും എന്ന് ഇൻഡിഗോ കമ്പനി പ്രതിനിധികൾ പ്രതികരിച്ചിരുന്നു. അതിന് പിറകെയാണ് മാനദണ്ഡങ്ങളിൽ ചെറിയ ഇളവ് DGCA നൽകുകയും ഒപ്പം ഇൻഡിഗോ സർവീസുകൾ തുടർച്ചയായി റദ്ദായതിന്റെ കാരണവും അതിന്റെ പശ്ചാത്തലവും ഒപ്പം പോംവഴിയും കണ്ടെത്തുന്നതിനായി ഒരു കമ്മിറ്റി കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഇൻഡിഗോ എയർലൈൻസുകളുടെ ആ പ്രശ്നത്തിൽ DGCA ഇടപെട്ടിരിക്കുന്നു. ഉടൻ തന്നെ യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാം.